हेलो, आप सभी का स्वागत है हिंदी बोलो और सीखो ചാനൽ पर എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഒരു പുതിയ ചാനലിലേക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹിന്ദിയിൽ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക. ഓക്കെ, നമ്മൾ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് സെൻറ്റൻസ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്, സിമ്പിൾ ട്രിക്സ് ഉണ്ട്, നമ്മൾക്കത് നോക്കിയിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് റൂള് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റാണ് പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എപ്പോഴും മേ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവസാനം നമ്മൾ ഹൂ ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, മേ ജാസ്മിൻ ഹൂ, മേ ജാസ്മിൻ ഹൂ, ഞാൻ ജാസ്മിൻ ആണ്. ഞാൻ കേരളത്തിൽ നിന്നാണ്, ഞാൻ കേരളത്തിൽ നിന്നാണ്. മേ കേരള സേ ഹൂ. അപ്പോൾ ചില പേർക്ക് ഡൗട്ടാണ്, സേ എന്തിനാണ് വരുന്നത്, മേയും വരൂലേ, മേ കേരള മേ ഹൂ. ഓക്കെ, അപ്പോൾ അതേപോലത്തെ കൺഫ്യൂഷൻ ഇപ്പോൾ തീർക്കാം. നമ്മൾ മലയാളം ടു ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിന്ന് എന്ന വേർഡ് വന്നാൽ നമ്മൾ അവിടെ സേ ചേർക്കണം. ഓക്കെ, ഞാൻ കേരളത്തിൽ നിന്നാണ്, മേ കേരള സേ ഹൂ. ഞാൻ ദുബൈയിൽ നിന്നാണ്, മേ ദുബൈ സേ ഹൂ. ഓക്കെ, അപ്പോൾ മേ എവിടെ വരാം? ഞാൻ വീട്ടിലാണ്, ഞാൻ ബസ്സിലാണ്, മേ ഘർ മേ ഹൂ, മേ ബസ് മേ ഹൂ. ഓക്കെ, മേ ഘർ മേ ഹൂ, മേ ബസ് മേ ഹൂ എന്ന് വന്നാൽ നമ്മളവിടെ മേ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇൽ വന്നാൽ, സെൻറ്റൻസിൽ ഇൽ വന്നാൽ നമ്മളവിടെ മേ ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ കേരളത്തിൽ ആണ്, മേ കേരള മേ ഹൂ. ഞാൻ ദുബൈയിലാണ്, മേ ദുബൈ മേ ഹൂ. ഓക്കെ, അപ്പോൾ ഈ നിന്ന് വരുന്നതും ഇല്ല് വരുന്നതും കൺഫ്യൂഷന് തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച സെൻറ്റൻസ് ആയിരുന്നു മേ ജാസ്മിൻ ഹൂ, മേ കേരള സേ ഹൂ. നീ വയസ്സ്, എനിക്ക് 25 വയസ്സാണ്. മേ 25 സാൽ കീ ഹൂ. അവിടെ കീ വരുന്നത് ഞാൻ സ്ത്രീലിംഗ് ആയിക്കൊണ്ടാണ്, മേ 25 സാൽ കീ ഹൂ. ഇപ്പോൾ പുല്ലിംഗ് ആണെങ്കിലോ മേ 25 സാൽ, മേ 25 സാൽ കാ ഹൂ. ഓക്കെ, മേ 25 സാൽ കീ ഹൂ, മേ 25 സാൽ കാ ഹൂ. അപ്പോൾ ചില ആൾക്കാർക്ക് നമ്പേഴ്സ് ഒന്നും അറിയില്ലായിരിക്കും, അപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും മതി. മേ 25 ഇയേഴ്സ് കാ ഹൂ, മേ 25 ഇയേഴ്സ് കീ ഹൂ. ഓക്കെ, ഫോർത്ത് സെൻറ്റൻസ്, ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത്, ഞാൻ കേരളത്തിൽ ആണ് താമസിക്കുന്നത്. മേ കേരള മേ രഹതി ഹൂ. തീ സൗണ്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ സ്ത്രീലിംഗ് ആണ്, അതുകൊണ്ടാണ് തീ സൗണ്ട് വരുന്നത്. മേ കേരള മേ രഹതി ഹൂ. പുല്ലിംഗ് ആണെങ്കിലോ മേ കേരള മേ രഹത ഹൂ, മേ കേരള മേ രഹതി ഹൂ, മേ കേരള മേ രഹത ഹൂ. ഓക്കെ, ഫിഫ്ത്ത് സെൻറ്റൻസ് നോക്കാം. ഞാൻ ഒരു ടീച്ചറാണ്, ഞാൻ ഒരു ടീച്ചറാണ്. മേ ഏക് ടീച്ചർ ഹൂ. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്കത് പറയാം? മേ ഏക് എഞ്ചിനീയർ ഹൂ, മേ ഡോക്ടർ ഹൂ. അപ്പോൾ 5 സെൻറ്റൻസ് നമ്മൾ നോക്കി. മേ കൊണ്ട് തുടങ്ങുന്നത്, ഹൂലാണ് അവസാനിക്കുന്നത്. മേ ജാസ്മിൻ ഹൂ, മേ കാലിക്കറ്റ് से हूँ, मैं 25 साल की हूँ, मैं केरला में रहती हूँ, मैं एक टीचर हूँ. ഓക്കെ, നമുക്ക് ഹിന്ദിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇല്ലാത്ത വേറെ ഒരു പോയിന്റ് എക്സ്ട്രാ എന്താണെന്ന് അറിയോ? ഹിന്ദിയിൽ സ്ത്രീലിംഗും പുല്ലിംഗും ഉണ്ട്. സ്ത്രീലിംഗിൻ്റെ സെൻറ്റൻസ് എപ്പോഴും ഈ സൗണ്ടിലാണ് അവസാനിക്കുക. മേ ജാത്തി ഹൂ, മേ ആത്തി ഹൂ. പാസ്റ്റ് ആണെങ്കിൽ മേ ഗയി തി, ആയി തി. ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ മേ ജാവുകി, ആവുകി. ഈ സൗണ്ടിലാണ് ഒരു അവസാനിക്കുക. പുല്ലിംഗ് ആണെങ്കിലോ ആ സൗണ്ടിലേക്കും അവസാനിക്കാം. मैं जाता हूँ, मैं गया था. पास्ट टेंस ആണെങ്കിൽ. ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലോ मैं जाऊँगा, आऊँगा, बोलूँगा. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഒരു രീതിയിൽ നമുക്കിത് മനസ്സിലാക്കാം, സ്ത്രീലിംഗും പുല്ലിംഗും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ഈ 5 പോയിൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. മേ വന്നാൽ ഹൂ ആണ്. ഓക്കെ, മേ കൊണ്ടൊരു സെൻറ്റൻസ് തുടങ്ങുകയാണെങ്കിൽ അത് ഹൂലാണ് അവസാനിക്കാം. പിന്നെ സ്ത്രീലിംഗും പുല്ലിംഗും ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നാളെ വരാം.